നമസ്കാരം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സിപിഎമ്മിൽ അസാധാരണമായ പൊട്ടിത്തെറി. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല, കേൾക്കണം, തിരുത്തണം എന്ന കർശന നിലപാടിലേക്ക് നേതാക്കൾ എത്തിയതോടെ 13 മണിക്കൂർ നീണ്ട മാരത്തൺ ചർച്ചയ്ക്കാണ് AKG സെന്റർ സാക്ഷ്യം വഹിച്ചത്. പിണറായി വിജയന്റെ ഏകാധിപത്യപരമായ ശൈലിക്കെതിരെയുള്ള സിപിഎമ്മിലെ ഒരു വിഭാഗത്തിന്റെ തുറന്ന യുദ്ധത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. ഭയം മാറി നേതാക്കൾ സംസാരിക്കാൻ തുടങ്ങിയത് പാർട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അധികാരത്തിന്റെ തണലിൽ വീഴ്ചകൾ മറച്ചുവെക്കുന്ന രീതി ഇനി അനുവദിക്കില്ലെന്ന സന്ദേശമാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകുന്നത്. മുതിർന്ന സിപിഎം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പരസ്യമായി തന്നെ തിരുത്തലിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. പയ്യന്നൂരിലെ ഫണ്ട് വിവാദവും തളിപ്പറമ്പിൽ PK ശ്യാമളയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവും തിരിച്ചടിയായെന്ന് പാലോളിയും പറയുന്നു. സമാന വിമർശനം CPM സെക്രട്ടേറിയറ്റിലും ഉയരുകയാണ്. പാലോളിയുടെ വിമർശനം പല മുതിർന്ന സഖാക്കൾക്കും തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പ്രേരണയാകും. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ ചേർന്ന യോഗം വൈകുന്നേരം 4 മണിക്ക് അവസാനിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ തിരക്കിട്ട് തീർക്കേണ്ട ചർച്ചയല്ല ഇതെന്നും പറയാനുള്ളതെല്ലാം സമയപരിധിയില്ലാതെ പറയണമെന്നും നേതാക്കൾ ശാഠ്യം പിടിച്ചതോടെ ചർച്ച അർദ്ധരാത്രി വരെ നീണ്ടു. പതിവില്ലാത്ത വിധം മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ, പാർട്ടി സെക്രട്ടറിയുടെ അപ്രായോഗിക നിലപാടുകൾക്കെതിരെയും നേതാക്കൾ ആഞ്ഞടിച്ചു. അസഹിഷ്ണുതയോടെയുള്ള പെരുമാറ്റം അവസാനിപ്പിക്കണമെന്നും താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും എം വി ഗോവിന്ദൻ മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന പരാമർശം വരെ യോഗത്തിൽ വന്നതായാണ് സൂചന. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലും അതിനുശേഷവും ഗോവിന്ദൻ സ്വീകരിച്ച പല നിലപാടുകളും പാർട്ടിയെ പൊതുസമൂഹത്തിൽ പരിഹാസ്യമാക്കിയെന്ന് ഒരു വിഭാഗം നേതാക്കൾ വിശ്വസിക്കുന്നു. പാർട്ടിയെ നയിക്കാൻ കൂടുതൽ ഊർജ്ജസ്വലനായ ഒരു നേതാവ് വേണമെന്ന ആവശ്യം പരോക്ഷമായി യോഗത്തിൽ ഉയർന്നു. മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി നേരത്തെ പരസ്യമായി ഉന്നയിച്ച വിമർശനങ്ങളുടെ അലയൊലികളാണ് സെക്രട്ടേറിയറ്റിലും പ്രതിഫലിച്ചത്. സംഘടനയ്ക്കുള്ളിൽ ഭയരഹിതമായി കാര്യങ്ങൾ പറയാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുവെന്നാണ് ഏറ്റവും ഗൗരവകരമായ ആക്ഷേപം. പാർട്ടി അംഗങ്ങളുടെ മനസ്സുപോലും LDFന് അനുകൂലമായിരുന്നില്ല എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം നേതാക്കൾ തുറന്ന് സമ്മതിച്ചു. ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അത് അച്ചടക്ക ലംഘനമായി കാണുന്ന രീതി മാറണം. എല്ലാവരെയും തുറന്ന മനസ്സോടെ കേൾക്കാൻ നേതൃത്വം തയ്യാറാകാത്ത പക്ഷം തിരുത്തൽ നടപടികൾ വെറും പ്രഹസനമായി മാറുമെന്നും യോഗത്തിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്യാപ്റ്റൻ പരിവേഷം വോട്ടർമാർക്കിടയിൽ വിപരീത ഫലമുണ്ടാക്കിയെന്ന വിലയിരുത്തലാണ് ഒരു വിഭാഗം. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ മറുപടികളും ജനങ്ങളിൽ നിന്നും അകലുന്നതിന് കാരണമായി. പോലീസിനെ കയറൂരി വിടുന്ന ശൈലിയും ജനകീയ പ്രശ്നങ്ങളിൽ പുലർത്തുന്ന തണുപ്പൻ പ്രതികരണവും തിരിച്ചടിയായി. പാർട്ടിയേക്കാൾ മുകളിലാണ് താനെന്ന തോന്നൽ മുഖ്യമന്ത്രി അവസാനിപ്പിക്കണമെന്ന പരോക്ഷ വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റിലെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നു. എം വി ഗോവിന്ദൻ പ്രതിരോധത്തിലായതോടെ ചർച്ചകൾ കൂടുതൽ ചൂടുപിടിച്ചു. പാർട്ടിയുടെ അടിത്തറ ഇളകുന്നത് കാണാതെ പോയ സെക്രട്ടറിക്ക് ഇനി ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്നും ചില നേതാക്കൾ വാദിച്ചു. പാർട്ടി മെഷീനറിയെ ചലിപ്പിക്കുന്നതിൽ സംഭവിച്ച പാളിച്ചകളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലെ പോരായ്മകളും ഒന്നൊന്നായി യോഗത്തിൽ തിരുത്തപ്പെട്ടു. ഇത്രയും ദീർഘനേരം ഒരു യോഗം നീളുന്നത് തന്നെ നേതൃത്വത്തോടുള്ള വലിയൊരു വിഭാഗത്തിന്റെ വിയോജിപ്പിന്റെ തെളിവാണ്. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുമ്പോഴും എല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമമാണ് പരാജയത്തിന്റെ ആഴം കൂട്ടിയത്.